ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുലാബ് ജാമുനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിലേക്ക് നമുക്ക് ഇനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളം, അങ്ങനത്തെ അളവിലാണ് ചേർക്കേണ്ടത്. ഞാൻ അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട് ഉടനെ തന്നെ വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഞാൻ ചേർത്ത് വന്നപ്പോൾ ഒരു ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് തന്നെ എൻ്റെ ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ഇട്ട് അപ്പം തന്നെ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇങ്ങനെ വരില്ല. ഞാനതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നല്ലോണം തിളയ്ക്കുന്നത് വരെ ഇത് വെക്കണം. അതിന് മുൻപേ തന്നെ നമുക്ക് ഒരു കഷ്ണം ഏലക്കായ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഫുൾ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ്റെ ബോൾസാണ്. അതിന് വേണ്ടി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ പാൽപ്പൊടി ചേർക്കണം. നമ്മൾ 10 രൂപയുടെ ഒരു പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്തത്. പിന്നെ അതിന് ശേഷം ബേക്കിംഗ് സോഡ ചേർക്കണം. അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ എല്ലാ മധുരം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉപ്പ് ഒരിത്തിരി ചേർക്കാറുണ്ട്, ഒരു നുള്ളുപ്പ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ ഉണ്ടായിരുന്നതിലൊരു 3-4 ഡ്രോപ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 1 ഗ്ലാസ് പാലെടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പാകത്തിന് ആയിട്ട് വേണം നമ്മൾ കുഴച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അധികം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാകം മാറിപ്പോവും. ഇപ്പം എനിക്ക് അതുപോലെ ഒരു പാകം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ചപ്പാത്തിക്കൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു പാകമാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മൾ ഉരുട്ടി എടുത്ത് വയ്ക്കണം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിൽ തന്നെ ആ ബോൾസ് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു മീഡിയം സൈസ് ബോളായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ബോൾസ് നല്ല പെർഫെക്റ്റ് ആക്കി തന്നെ ഉരുട്ടിയെടുക്കാൻ ട്രൈ ചെയ്യണം. ഇനി എങ്ങാനും ചെറിയ വിള്ളൽ പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. അതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ കയറി വന്നോളും ഷുഗർ സിറപ്പിലിടുമ്പോഴത്തേക്കും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ തന്നെ ട്രൈ ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്തപ്പം എനിക്ക് പെർഫെക്റ്റായിട്ടാണ് കിട്ടിയത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ബോൾസ് എല്ലാം ഞാൻ നല്ല പാകത്തിന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കൊരു 14 ബോൾസാണ് ഇതിൽ നിന്നും ഇത്രയും മാവ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി അത് നമുക്ക് വറുത്തെടുക്കണം. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാനിനി ആ ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് പരന്ന ചട്ടി കിട്ടുവാണെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ എൻ്റേത് കുറച്ചിങ്ങനെ കുഴിഞ്ഞിട്ടുള്ള ചട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം തമ്മിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ച രീതിയിലാണ് കിടക്കുന്നത്. പരന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പുള്ള രീതിക്ക് ഇട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളിത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യണം. അപ്പം തന്നെ എനിക്കൊരു ബ്രൗൺ കളർ ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മീഡിയം ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം എൻ്റേത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഇന്ന് എടുക്കാൻ പോവാണ്. എല്ലാം ഓരോന്നായിട്ട് പെരക്കി ഞാൻ എടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. എനിക്കിപ്പോൾ എല്ലാ ബോൾസും നല്ലപോലെ എനിക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇതിലല്ല ചെറിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് ഷുഗർ സിറപ്പിലിടുമ്പോൾ നന്നായിട്ട് കിട്ടിക്കോളും. ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ആ ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. 1 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, എൻ്റെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ, സബ്സ്ക്രൈബ്.